ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലക്കാടൻ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. റാവുത്തർ ബിരിയാണി എന്ന് പറയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച 600 ഗ്രാം മട്ടനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ഒഴിച്ചൊരു 4 വിസിലിട്ടെടുക്കാം കേട്ടോ. ഇനി അടുത്തതായി നമുക്ക് അരി കുതിരാൻ വെക്കാം കേട്ടോ. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ. ഏകദേശം 1/2 kg ഉണ്ടാവും. 1/2 kg ബസ്മതി റൈസാണ്. ഇതൊരു 1/2 hour നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബിരിയാണിയിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ 3 മതിയാവും കേട്ടോ. പിന്നെ ഒരു 30 ഗ്രാം വെളുത്തുള്ളി, ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 പച്ചമുളക്, ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് കേട്ടോ. പിന്നെ ഒരു 50 ml തൈര്, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബിരിയാണി പണി തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊരു 100 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ബിരിയാണി ഇല ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ചേർത്ത് കൊടുത്ത് നമുക്കതിലേക്കൊരു സ്വല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് വഴങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്വല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള വഴറ്റുന്നതിലാണ് കേട്ടോ ബിരിയാണിയുടെ ടേസ്റ്റിൻ്റെ രഹസ്യം തന്നെ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കരിയാനും പാടില്ല, എന്നാൽ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റണം കേട്ടോ. അങ്ങനെ വഴറ്റി പറഞ്ഞാൽ ഒരുപാട് സമയം ബിരിയാണി കേട് വരാതെ ഇരിക്കുകയും ചെയ്യും. ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റാം. ഇപ്പോൾ സവാള അത്യാവശ്യം വഴങ്ങി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് അത്യാവശ്യം വഴങ്ങി ഇതിൻ്റെ പച്ചമണം പോയ ശേഷം നമുക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ വഴറ്റിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി വഴങ്ങി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ടൈമിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ചേർക്കുമ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം കമ്മിയായി വെച്ച ശേഷം മുളക് പൊടി ചേർത്തൊന്ന് വഴറ്റി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലി, പുതിന ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കും. ഇനി അടുത്തതായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 50 ml തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ആ വെള്ളത്തോടെ ഒഴിക്കാതെ ഇതിലെ പീസ് മാത്രം എടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കിയ ശേഷം മൂടി വെച്ചൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം കേട്ടോ. നമ്മൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മട്ടനിലേക്ക് നന്നായി മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മട്ടൻ വേവിച്ച വെള്ളവും ചേർത്ത് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് തിളയ്ക്കുന്നത് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും മൂടി വെച്ച് വെള്ളം കുറച്ച് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടി കട്ടിയുള്ള നല്ലൊരു ദോശക്കല്ല് വെച്ച് ചൂടായ ശേഷം അതിന് മേലെ ബിരിയാണി പോട്ട് വെച്ച് പിന്നെ അതിൻ്റെ മേലൊരു വെയിറ്റ് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത്. തീ ലോ ഫ്ലെയിമിൽ വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ചൂടോടെ കഴിക്കാം.
ഇതൊരു പാലക്കാടൻ ബിരിയാണിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.